10ാം ക്ലാസ്സുകാരോടാണ്. മാർക്ക് കൂടിയവർ സയൻസ്, മാർക്ക് കുറഞ്ഞവർ കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്. ആ കാലമൊക്കെ കഴിഞ്ഞു അല്ലേ? ഇനിയുള്ള കാലത്ത് നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് ബേസ് ചെയ്തിട്ടായിരിക്കണം നമ്മളുടെ +2 സ്ട്രീം സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് +1 നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രീംസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പം തന്നെ വീഡിയോ സേവ് ആൻഡ് ഷെയർ. ആദ്യത്തെ കോഴ്സ് സയൻസ് ആണ്. സയൻസ് തന്നെ 2 തരത്തിലുണ്ട്, ബയോ സയൻസ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ്. നമ്മൾ ബയോളജിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിലേക്കാണ് പോകേണ്ടതെങ്കിൽ നമുക്ക് ബയോ സയൻസ് പ്രിഫർ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് എഞ്ചിനീയറിംഗ് ടൈപ്പ് ഓഫ് ഫീൽഡിലേക്കാണ് നമുക്ക് പോകേണ്ടതെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടർ സയൻസ് പ്രിഫർ ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു സയൻസിന്റെ പെക്യുലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് +2 ശേഷം ഏത് ഫീൽഡിലേക്ക് വേണമെങ്കിലും നമുക്ക് ഡൈവേർട്ട് ചെയ്യാം. രണ്ടാമതായി വരുന്നത് കൊമേഴ്സ് ആണ്. ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡുകളായിട്ടുള്ള അക്കൗണ്ടൻസി, മാർക്കറ്റിംഗ്, എക്കണോമിക്സ്, ഈ ഫീൽഡിലൊക്കെയാണ് നമുക്ക് താല്പര്യമെങ്കിൽ നമുക്ക് കൊമേഴ്സ് എടുക്കാവുന്നതാണ്. ഈ കൊമേഴ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ മാത്സ് അറിഞ്ഞിരിക്കും. മൂന്നാമതായി വരുന്നത് ഹ്യൂമാനിറ്റീസ് ആണ്. ലാംഗ്വേജ്, സോഷ്യൽ, ആന്ത്രോപോളജി, ഹിസ്റ്ററി എന്നീ വിഷയങ്ങളിൽ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും എടുക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്നത്. ഇവയ്ക്കെല്ലാം പുറമെ നമ്മളുടെ ഇൻഡസ്ട്രികൾക്കായിരിക്കണം നമ്മളെ പ്രയോറിറ്റി. കൂടുതൽ വീഡിയോസിനായിട്ട് XY ലേണിംഗ് യൂട്യൂബ് ചാനൽ ചെക്കൗട്ട് ചെയ്യുക. അതേപോലെ തന്നെ കരിയർ, എക്സാംസ്, കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങൾക്കുള്ള ഡൗട്ട്സ് കമന്റ് ഡൗൺ ചെയ്യാവുന്നതാണ്. ഇനി +1 നമ്മൾ സ്റ്റേറ്റ് എടുക്കണോ CBSE എടുക്കണോ എന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.